Hello guys. Welcome to my YouTube channel. ഹലോ ഗൈസ്, അങ്ങനെ ഇൻട്രോ ഞാൻ നൈസായിട്ട് ഒഴിവാക്കി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഗൈസ്. എ ഡേ ഇൻ സൂ ആസ് ഇൻറ്റേണിയാണ്, ആസ് വിസിറ്റർ അല്ല. വിസിറ്ററായിട്ട് ഞാൻ 3 സൂല്, ഒരുപാടല്ല 3 സൂല് പോയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മൈസൂർ സൂ, പിന്നെ ഒന്ന് നമ്മുടെ ബാംഗ്ലൂർ ബന്നർഘട്ട ബയോളജിക്കൽ പാർക്ക്, പിന്നെ പോയിട്ടുള്ളത് തൃശ്ശൂർ സൂ ഭയങ്കര ചെറുതാണ്. മൈസൂർ സൂലൊക്കെ നോർമലി എനിക്ക് വിസിറ്ററായി പോകുമ്പം അത്ര വലിയൊരു ത്രില്ലൊന്നും കിട്ടാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മൈസൂർ സൂ ഭയങ്കര ദൂരമാണ്, കുറേ ഏക്കറുണ്ട്. നടന്ന് നമ്മളൊരു വഴിയാവും. പിന്നെ ആനിമൽസിനെ ഇങ്ങനെ കണ്ട എല്ലാ ആനിമൽസിനെയും ഫോട്ടോ എടുക്കുക, ആ ഒരു വൈബ് എനിക്കില്ല. പക്ഷേ ട്രിവാൻഡ്രം സൂല് ഞാൻ ആദ്യമായിട്ട് ഇൻറ്റേൺഷിപ്പിനാണ് വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഇൻറ്റേണി ആയിട്ട് നിൽക്കുമ്പം ഇറ്റ്സ് റിയലി ഡിഫറെൻറ്റ്, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നടക്കാമെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് സൂ ഇൻറ്റേണി ആയിട്ടുള്ള. അപ്പോൾ ഇപ്പോൾ ടൈം വന്നിട്ട് 10:30 ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് മൺഡേ ആണ്, ഇന്നിവിടെ വിസിറ്റേഴ്സ് ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ പീസ്ഫുൾ ആയിരിക്കും ഇവിടുന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ ദിവസം തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എത്തി, വീഡിയോ എടുക്കാൻ വേണ്ടി നേരത്തെ എത്തി. നമുക്ക് ഫസ്റ്റ് എന്നുള്ളത് മീറ്റ് ഇൻസ്പെക്ഷൻ ആണ്. ഇതേ നമ്മൾ സൂവിൻ്റെ എക്സിറ്റിൽ എത്തുന്നതിൻ്റെ മുന്നെയാണ് ഈ മീറ്റ് ഇൻസ്പെക്ഷൻ്റെ റൂം വരുന്നത്. നേരെ കാണുന്ന ആ ബിൽഡിങ്ങിലാണ്. ഇതാണ് സൂലെ മീറ്റ് ഇൻസ്പെക്ഷൻ ഏരിയ. ഇവിടെ സ്ലോട്ടർ ചെയ്ത ആനിമൽസിൻ്റെ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ആണ് നടത്തുന്നത്. നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം എക്സാമിൻ ചെയ്യും. എന്നിട്ടൊരു കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്കിത് വൈൽഡ് ആനിമൽസിന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. ഇത് സൂ ഹോസ്പിറ്റലിൻ്റെ ഒരു പാർട്ടാണ്, ഇൻപേഷ്യൻ്റ് വാർഡാണ്. നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ക്വാറൻറ്റൈൻ ചെയ്യിക്കുന്ന ആനിമൽസിനൊക്കെ നിർത്തിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇന്നത്തെ മീറ്റ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. ഇനി മീറ്റ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്കിന്ന് ക്ലാസ് ഉണ്ടാവും, ഒരു 1 hour 2 hour ഒക്കെ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവും. ഇത് നമ്മൾ ക്ലാസ്സിലേക്ക് പോവാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് ആനിമൽസിനെ ക്വാറൻറ്റൈൻ ചെയ്യിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ മുകളിലാണ് നമുക്ക് ക്ലാസ് ഉള്ളത്. ഇന്ന് രാവിലത്തെ സെക്ഷൻ വന്നിട്ട് ഡാർട്ടിങ് ആയിരുന്നു. നമ്മൾ വൈൽഡ് ആനിമൽസിന് മെഡിസിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ദൂരെ നിന്ന് ഇതുപോലൊരു ഗണ്ണ് വെച്ചിട്ട് മെഡിസിൻ ലോഡ് ചെയ്ത ഡാർട്ട് അടിക്കുകയാണ് ചെയ്യുക. ഈ ക്ലിപ്പ് വന്നിട്ട് ഒരു കടുവയ്ക്ക് മെഡിസിൻ ലോഡ് ചെയ്തിട്ട് നമ്മൾ ഡാർട്ടിങ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള കടുവയായിരുന്നു. ഞങ്ങൾ വാക്സിനേറ്റ് ചെയ്യാൻ പോവാണ്, പുള്ളിപ്പുലിന്റെ കുട്ടീനെ വാക്സിനേറ്റ് ചെയ്യാൻ പോണത്. ഞാൻ നോക്കി ഗൈസിന്റെ കൂട്ടുകാരി ഇവിടെ ചുച്ചു എന്ന് പറഞ്ഞു വിളിക്കുന്നത് ഒരു പുള്ളിപ്പുലിന്റെ കുട്ടീനായിരുന്നു. ഇത് കണ്ടോ ഗൈസ്, പുള്ളിപ്പുലിയുടെ കുട്ടീനെ കൂട്ടിന്ന് പുറത്തെടുത്താണ് വാക്സിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടപ്പോൾ നമുക്കും ഭയങ്കര അത്ഭുതമാണ്, ഇങ്ങനെ കബ്ബിനൊക്കെ പുറത്തെടുത്ത് കൈ പിടിച്ച് കണ്ടപ്പം. എന്നിട്ട് സൂലെ വെറ്റിനറി ഡോക്ടറാണ്, ഡോക്ടർ നികേഷ് സാറ് അതിന് വാക്സിനേഷനും പിന്നെ ഡീവോമറും കൊടുത്തു. അതിനുശേഷം അതിനെ തിരിച്ച് കൂട്ടിക്ക് തന്നെ ഇട്ടു. പിന്നെ ഈ ലെപ്പേർഡിന് 2 കബ്ബ് ഉണ്ടായിരുന്നു. ഈ 2 കബ്ബിനും നേരത്തെ നമ്മൾ വാക്സിനേറ്റ് ചെയ്ത കബ്ബിനും കൂടെ ഒരുമിച്ചിടായിരുന്നു. കീപ്പർ ചേട്ടൻ ആ കബ്ബിനെ എടുത്തുകൊണ്ടുവന്ന് ഈ കൂട്ടിലിട്ടു. അപ്പോൾ ഓൾറെഡി അതറായിട്ടുള്ള ലെപ്പേർഡിനെ അവിടുന്ന് മാറ്റിയിട്ടാണ് ഇത് ചെയ്തത്. അത് അവരെ ഒരുമിച്ച് ഇപ്പോഴേ ഇട്ടില്ലെങ്കിൽ പിന്നെ സെപ്പറേറ്റ് ചെയ്തിടേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ നമ്മളിപ്പം കബ്ബിനെ വാക്സിനേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ സൂവിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ ടീ ഷോപ്പ് ഉണ്ട്, നമുക്ക് അവിടുന്ന് ടീ കുടിക്കാം. ഗൈസ്, ഞാൻ മറന്നുപോയി, ഇന്ന് അവധി ദിവസമാണ്. അപ്പോൾ ക്യാൻറ്റീൻ ഇല്ല. ക്യാൻറ്റീൻ മീൻസ് ഇവിടെ ടീ കിട്ടുന്ന കടയില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. മേ ബി ഇപ്പം ഈ വാക്സിനേഷൻ കഴിഞ്ഞിട്ട് ചിലപ്പം ഇനി ട്രീറ്റ്മെൻറ്റ് അങ്ങനെ പരിപാടികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോവാം. ഇവിടെ 12:30 തൊട്ടിട്ട് 2:30 വരെയാണ് ഞങ്ങൾക്ക് ബ്രേക്ക് ടൈം. ഇപ്പം എനിക്ക് വന്നിട്ട് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് സെക്ഷൻസ് ഒക്കെ കഴിഞ്ഞതാ, എല്ലാവരും വരുന്നുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ദൂരെ നിന്ന് ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട്, കാണുന്ന പോലും ഇല്ല ശരിക്കും.
സിനിമയോ? ഇന്ന് സൂല ക്യാൻറ്റീൻ അവധിയായത് കാരണം ഞങ്ങൾ PWDന്റെ ക്യാൻറ്റീനിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. എനിക്ക് അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമായിട്ടോ. സൂല ക്യാൻറ്റീനിലെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലത് ഇവിടുത്തെ ഫുഡാണ്. ഞങ്ങളെല്ലാവരും കൂടെ PWDന്റെ ക്യാൻറ്റീനിൽ പോയാണ് ഇന്നത്തെ ലഞ്ച് കഴിച്ചത്. കാരണം ഇവിടുത്തെ ക്യാൻറ്റീൻ ഇന്ന് ഇല്ല. ഇന്ന് മൺഡേ ഇവിടെ ഹോളിഡേ ആണ്. അപ്പം അത് കഴിഞ്ഞൊരു ചോക്കോബാറൊക്കെ മേടിച്ചു. ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ സൂല് റൗണ്ട്സിന് പോകാൻ പോവാണ്. ഇവിടുത്തെ മറ്റേ വെഹിക്കിളില്ലേ അതിലാണ് പോകുന്നത്. ഇതാണ് സൂല് LA ആണ്. ചേട്ടൻ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കോളൂ. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഈ വെഹിക്കിൾ, ഇതിന്റെ പേര് ബഗ്ഗി എന്നാണ്. ഇതിൽ നമ്മൾ മൊത്തം റൗണ്ട് അടിച്ചു. നമ്മൾ LA ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോയത്. നല്ല രസമാണ് ഈ വണ്ടിയിൽ പോകാനായിട്ട്. മുന്നേ സൂലൊക്കെ പോകുമ്പം ഈ വണ്ടിയിൽ പലരും പോകുന്നത് കണ്ട് നോക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ചെറിയ ക്ലാസ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം സമയം 2:10. ഞങ്ങൾക്ക് 2:30 വരെയാണ് ബ്രേക്കുള്ളത്. 12:30 to 2:30 വരെയാണ് ബ്രേക്ക്. അപ്പം ഇനി ക്ലാസ്. ഉച്ചയ്ക്ക് ശേഷത്തെ സെക്ഷൻ വന്നിട്ട് ഹാൻഡ്ലിങ് ഓഫ് റെപ്റ്റൈൽസ് ആയിരുന്നു. അപ്പോൾ ഇത് കീപ്പർ ചേട്ടൻ റെപ്റ്റൈൽസിന്റെ സെക്ഷനിലുള്ള കീപ്പറാണ്. ചേട്ടൻ അപ്പം ഒരു ചേരേനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചേരാന്ന് വെച്ചാൽ രാജവെമ്പാലയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ചേരയാണ്. അപ്പം ഇതിന് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഗൈസ്, ഞാൻ ഭയങ്കര ഷോക്ക്ഡാണ്. കാര്യം എനിക്ക് പാമ്പെന്ന് വെച്ചാൽ ഭയങ്കര പേടിയുള്ളൊരു സാധനമാണ്. ഇത് ചേരയാണ് കേട്ടോ. പക്ഷെ ജനറലി എനിക്കങ്ങനെ വിഷമില്ലാത്തത് വിഷമുള്ളത് അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. എല്ലാത്തിനെയും പേടിയാണ്. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ധൈര്യം സംഭരിച്ച് പാമ്പിനെയൊക്കെ എടുത്തു. അങ്ങനെ എല്ലാവർക്കും നമുക്ക് ഒരു ജനറൽ ഒരു അനാട്ടമി പിന്നെ അതിൻ്റെ ഹാൻഡ്ലിങ് ഒരു ക്ലാസ് നികേഷ് സാർ എടുത്തു തന്നു. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും പാമ്പിനെ തൊടാനും ചേരേനെ തൊടാനും അതിനൊന്ന് എടുക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ലഭിച്ചു. സോറി ഗൈസ്, ഒരു പ്രോപ്പർ ബായ് പറഞ്ഞ് നിർത്താൻ പറ്റിയില്ല. അപ്പോഴേക്കും ഫോണിന്റെ ചാർജ് തീർന്നായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ബൈ.